ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ഈവനിങ് ടു എവരിബഡി. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഗുഡ് ഈവനിങ്. യെസ്, യാ, ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ, ഷേക്സ്പിയറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമുണ്ട്, ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഷേക്സ്പിയറിന്റെ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് and all the men and women merely players, and they have their exits and their entrances. ഇവിടെ ഷേക്സ്പിയർ പറയുന്നത് ലോകമെന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്. അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് എന്താണ് അവരുടെ ജീവിതത്തിന്റെ ഒരു നാടകമായിട്ട് അവിടെ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആയിട്ട് വരികയും പോവുകയും ചെയ്യുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്, അതുപോലെ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. ജീവിതത്തിൽ നമ്മൾ വേറെ ചില അഭിനയിക്കുന്നവരെ കാണാറുണ്ട്. അതായത് ആരാണ് ഒരു ജീവിതം അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് ഒരു ജീവിത മാർഗമായി കാണുന്നവര്. അവരാണ് സിനിമയിലും നാടകത്തിലുമൊക്കെ അഭിനയിക്കുന്നവര്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതം തന്നെ ഒരു അഭിനയമാക്കി മാറ്റുകയാണ്. സ്വന്തം ജീവിതം ഒരു അഭിനയമാക്കി മാറ്റുന്നവരാണ് ലോകത്തുള്ള ഭൂരിപക്ഷം മനുഷ്യരും. അതായത് അവരുടെ ആ ജീവിതം മുഴുവനും തന്നെ പല വിധത്തിലുള്ള അഭിനയങ്ങളാണ്, പല തരത്തിലാണ് അവർ അഭിനയിക്കുന്നത്. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സൗഭാഗ്യത്തിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മനുഷ്യര് ഒട്ടനവധി തലത്തില് അനുദിനം അഭിനയിക്കുകയാണ്. അഭിനയം ഒരു തൊഴിലായി സ്വീകരിക്കുന്നവര് എല്ലാ ദിവസവും അഭിനയിക്കുന്നില്ല. പക്ഷെ സാധാരണ മനുഷ്യരെല്ലാവരും തന്നെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും അനുദിനം അഭിനയത്തിന്റെ ഒരു മേഖലയിലാണ്. അവനവൻ എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ അഭിനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താൻ എന്തായിരിക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തൻ്റെതായ ആ ഒരു മുഖം, ശരിക്കുള്ള മുഖം കാണിക്കാതെ ഒരു പൊയ്മുഖം കാണിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഞാന് ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് തോന്നില്ല. വൈഫൈ എടുത്തില്ലേ? വൈഫൈ എനിക്ക് ഇവിടെ കിട്ടും. ഓ, ഞാൻ വർത്താനം പറഞ്ഞു കേൾക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ വിഷയം ചലഞ്ചസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ബീയിങ് ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ബീയിങ് ട്രൂ ടു യുവർ സെൽഫ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ അവനവനോട് തന്നെയുള്ള ആ സത്യസന്ധത എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? സയൻസ് ദാറ്റ് യു ആർ നോട്ട് ലിവിങ് ഇൻ. എന്തൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ സത്യസന്ധരാണോ എന്നുള്ളതിന്റെ ചില സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സത്യസന്ധരല്ല എന്നുള്ളതിന് ചില സയൻസ് ഉണ്ട്. അതേക്കുറിച്ചാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്. അടുത്തത് വാട്ട് ആർ ദി ചലഞ്ചസ് ഓഫ് ബീയിങ്. നമുക്ക് സത്യസന്ധരായിരിക്കാൻ കഴിയാത്തതിന്റെ ആ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദെൻ ഹൗ ടു ബി ട്രൂ ടു യുവർ സെൽഫ് മൈൻഡ്ഫുള്ളി. എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്താം എന്നുള്ളതാണ് വിഷയം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ട്രൂ ടു വൺ സെൽഫ് ഓർ ട്രൂ ടു യുവർ സെൽഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീയിങ് ട്രൂ യുവർ സെൽഫ് മീൻസ് ബീയിങ് ഒത്തന്റിക്. നമ്മൾ ആയിരിക്കുന്ന രീതിയിൽ സത്യസന്ധരായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻഡിവിഡ്വാലിറ്റി ഉണ്ട്, യുണീക്നെസ് ഉണ്ട്, അതുപോലെ ഒത്തന്റിസിറ്റി ഉണ്ട്. ഓരോ വ്യക്തിയും അവനവനിൽ തന്നെ യുണീക്കാണ്.
എല്ലാ വ്യക്തികളും അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ട്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെ അവരവർക്ക് ഒതന്റിക് ആയിരിക്കാൻ സാധിക്കും വിത്ത് യുവർ ഓൺ വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ഡിസയേഴ്സ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. അവരത് പല രീതിയിൽ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വാല്യൂ സിസ്റ്റമാണ്. ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എത്തിക്സിനെ ബേസ് ചെയ്താണ്. കോമൺ ഹ്യൂമാനിറ്റിയെ പറ്റി അല്ലെങ്കിൽ മറ്റു പല മനുഷ്യരുമായിട്ടുള്ള അവർക്ക് നന്മയുണ്ടാകുന്ന, മറ്റു മനുഷ്യരെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന തരത്തിലുള്ള ആ ഒരു വാല്യൂസാണ് ബിലീവ്സ്. അതുപോലെ നമുക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട്. വിശ്വാസം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള വിശ്വാസങ്ങളെ കുറിച്ചല്ല. അതുപോലെ ഡിസയേഴ്സ് ഉണ്ട്, പാഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിനോട് നമ്മൾ എന്തുമാത്രം പ്രതിജ്ഞാബദ്ധരാണ്, നമ്മൾ എന്തുമാത്രം കമ്മിറ്റഡ് ആണ് ആ കാര്യത്തെ കുറിച്ച്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റേയിങ് ഫെയ്ത്ത്ഫുൾ ടു യുവർ ഓൺ പ്രിൻസിപ്പിൾസ്. നമ്മളുടെ ജീവിതത്തിലുള്ള ആ പ്രിൻസിപ്പിൾസിനോട് നമ്മൾ എന്തുമാത്രം ഫെയ്ത്ത്ഫുൾ ആണ്. ആൻഡ് ദെൻ മേക്കിംഗ് നോ കോംപ്രമൈസ് ഓഫ് യുവർ ഇന്റഗ്രിറ്റി. ഒരാളുടെ അതിനെക്കുറിച്ചുള്ള ആ ഇന്റഗ്രിറ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നോ കോംപ്രമൈസ് വിത്ത് അതർ പീപ്പിൾ. നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ഉണ്ടാക്കുന്നതും ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുന്നതും തീർച്ചയായിട്ടും നമ്മുടെ ആ ഈഗോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈഗോയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളോട് തന്നെ കമ്മിറ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഇന്റഗ്രിറ്റിയെ ബാധിക്കുകയില്ല അത്. കാരണം നമ്മൾ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുകയാണ്. നമ്മളോട് തന്നെ സത്യസന്ധത പൂർണ്ണമായിട്ടും പുലർത്തുന്നവരാണ്. ദെൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല. അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള നോംസ് ഉണ്ട്, സാമൂഹ്യമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ സമൂഹം നമ്മുടെ മേൽ ചെലുത്തുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ആ ഭയത്തിൽ നിന്നൊന്നുമല്ല, നമ്മളുടേതായിട്ടുള്ള ആ പ്രിൻസിപ്പിൾസിനെ, നമ്മളുടേതായിട്ടുള്ള പാഷനെ, നമ്മളുടേതായിട്ടുള്ള ആ ഇന്റഗ്രിറ്റിയെ തീർച്ചയായിട്ടും കീപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മളുടെ ആ ട്രൂ ടു വൺ സെൽഫ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തത് ബീയിങ് ട്രൂ ടു യുവർ സെൽഫ് റിക്വയർസ് സെൽഫ് അവെയർനെസ്. അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് അവെയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്താൻ പറ്റുകയുള്ളൂ. നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, നമ്മൾ എന്തിനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനോടാണ് എതിർപ്പ് കാണിക്കുന്നത്, നമ്മൾ ആരോടാണ് ഏറ്റുമുട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ മാനസികമായിട്ടുള്ള എല്ലാ ചിന്തകളും നമുക്ക് വിശകലനം ചെയ്താൽ അല്ലെങ്കിൽ അവെയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാകണം. അടുത്തത് സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം വേണം. ആൻഡ് ദെൻ ദി കറേജ് ടു ലിവ് യുവർ ലൈഫ് ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ട്രൂ ഐഡന്റിറ്റി. നമ്മളുടെ ആ ട്രൂ ആയിട്ടുള്ള ഐഡന്റിറ്റിയിലായിരിക്കണം അത്, റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഓർ നോംസ് ഓർ അതർ എക്സ്പെക്ടേഷൻസ്. പുറമേ നിന്നുള്ള ആ ഇൻഫ്ലുവൻസുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ പൂർണ്ണമായിട്ടുള്ള സെൽഫ് അവെയർനെസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഇതിന് മൈൻഡ്ഫുൾനെസ് വളരെയേറെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വെൻ യു എംബ്രേസ് യുവർ ഒത്തന്റിസിറ്റി, നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒത്തന്റിസിറ്റിയെ, നമ്മളുടെ ആധികാരികതയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, യു ഗ്രോ ഇൻ കോൺഫിഡൻസ്. നമുക്ക് കൂടുതൽ ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം നമ്മൾ മറ്റുള്ളവരുടേതായിട്ടുള്ള അംഗീകാരങ്ങളും അല്ലെങ്കിൽ അവർ പറയുന്ന നല്ല വാക്കുകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഒതന്റിസിറ്റിയെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ജീവിതത്തിൽ ആത്മവിശ്വാസം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റിയെ പറ്റി നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ആ ഗോൾസ്, നമ്മൾക്ക് ഉള്ളതായ പാഷൻ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള പർപ്പസ്, മീനിങ് വേണ്ടിയിട്ടുള്ള ഗോളുകൾ ഉണ്ടാകും. അത് നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റെസൊനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അവർ ഇന്നർ മോസ്റ്റ് ഡിസയേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദെൻ ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെന്റ് നമുക്കുണ്ടാകും. നമ്മൾ എന്തെങ്കിലും നേടി, അത് വലിയ കാര്യങ്ങളാകണമെന്നില്ല, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഓക്കെ, ഞാൻ എൻ്റെതായിട്ടുള്ള ആ രീതിയിൽ ഇന്ന് ജീവിച്ചു, നാളെയും ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിതം അവസാനം വരെ നമ്മൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടും, കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മളുടെ ഇന്റഗ്രിറ്റിയെ നമ്മൾ
മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പണയപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഫുൾഫിൽമെന്റും ഹാപ്പിനെസ്സും നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾക്ക് ഇനി ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് എന്തുമാത്രം എന്താണ് നമ്മളോട് തന്നെ എന്തുമാത്രം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അപ്രൂവൽ, മറ്റുള്ളവരുടെ കൈയടികള്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് വൺ, ദാറ്റ് മീൻസ് നമ്മൾക്ക് നമ്മളോട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ ട്രൂ ടു വൺ സെൽഫ് യുവർ സെൽഫ് എന്നുള്ള ഇതില്ല. നമ്മൾ നമ്മളോട് തന്നെ നീതി അല്ലെങ്കിൽ സത്യസന്ധത പുലർത്തുന്നവരല്ല എന്ന് ചുരുക്കം. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരുടെ ആ വാലിഡിറ്റിയെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അവരെന്തുമാത്രം നമുക്ക് കയ്യടി തരുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ചിങ് അവർ ബിഹേവിയർ പാറ്റേൺസിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം, അതാണ് ഞാൻ പറഞ്ഞ അഭിനയം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്ര നമ്മളോട് തന്നെ സത്യസന്ധത നമ്മൾ പുലർത്തുന്നില്ല എന്ന് അർത്ഥം. അടുത്തത് ഇഗ്നോറിങ് യുവർ ഓൺ നീഡ്സ്. നമ്മളുടെ തന്നെ ആ നീഡ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. എന്താണ്, മറ്റുള്ളവരുടെ നീഡ്സ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ത്യാഗത്തിന്റെ, മദർ തെരേസ ചെയ്തതുപോലെയുള്ള അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് എന്ത് കോംപ്രമൈസും ചെയ്യാം, മറ്റുള്ളവരെ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ പ്രീതി, അവരുടെ അംഗീകാരം നമ്മൾ പിടിച്ചു പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടേതായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. നമ്മുടേതായിട്ടുള്ള വാല്യൂ സിസ്റ്റത്തെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, നീഡ്സ് ടു പ്ലീസ് അതേഴ്സ് ആൻഡ് നെഗ്ലക്ട് യുവർ ഓൺ, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ ഉള്ള ആ തൻ്റെ ഇടം നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നവരല്ല. അടുത്തത് നമ്മളുടെ യുവർ സ്മൈൽസ് ഹൈഡ് എ ടെറിബിൾ പെയിൻ. നമ്മൾ മറ്റുള്ളവരുടെ നേരെ ഒന്ന് ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ പറ്റി നന്മ പറയുന്നു, അത് നേരിട്ട് മുഖത്ത് നോക്കി നന്മ പറയാൻ, നല്ലതാണ് എന്ന് പറയാനുള്ള ആ കഴിവ് നമുക്കുണ്ടെന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒത്തിരി പെയിൻ എടുക്കും നമ്മളത് പറയാൻ വേണ്ടി. അത് വലിയൊരു അഭിനയമാണ്. നമ്മൾ മറ്റുള്ളവരുടെ നോക്കി ചിരിക്കുന്നത് തന്നെ നമ്മളുടെ ഒരു ഇന്റേണൽ പെയിനിന്റെ ഒരു ഭാഗമായി മാറുകയും അത് നമ്മളിൽ തന്നെ നമ്മളുടെ ശാരീരികമായ സിസ്റ്റത്തെ, നമ്മളുടെ ബ്രെയിനിനെ, നമ്മളുടെ സെല്ലുകളെല്ലാം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ അത് കൂടുതൽ കാലം ഇങ്ങനെ അഭിനയിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ തന്നെ ആരോഗ്യം ക്ഷയിക്കുന്നു, നമ്മൾ രോഗബാധിതരായി തീരുകയൊക്കെ ചെയ്യുന്നു. ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഓർ നംനെസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു നിർവികാരത, ഒന്നിനോടും താല്പര്യമില്ല, അല്ലെങ്കിൽ വ്യക്തികളായിട്ട്, പ്രസ്ഥാനങ്ങളായിട്ട്, മറ്റതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു, ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് വൈകാരികമായിട്ടുള്ള നമ്മൾക്കൊരു നംനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുകയോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നവരല്ല. അടുത്തത് ലാക്ക് ഓഫ് പർപ്പസ് ഓർ മീനിങ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പർപ്പസും ഇല്ല, മീനിങ് ഒന്നും നമ്മൾ കിട്ടുന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൊട്ടീനായിട്ട് ജീവിക്കുന്നു. നമ്മൾ ചിന്തിച്ചത് തന്നെ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും ആ മെന്റൽ ചാറ്ററിങ്, അല്ലെങ്കിൽ നമ്മളുടെ ആ മൈൻഡിൽ ഉണ്ടാകുന്ന ആ ചാറ്ററിങ്ങിനെ നമ്മൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഒരു എന്തൂസിയാസം നമുക്കുണ്ടാകുകയില്ല, അതുപോലെ പർപ്പസ് ഇൻ ലൈഫ് ഇല്ല. അത് അങ്ങനെയുള്ള ആ ജീവിതം, ആൻഡ് ദെൻ വി ആർ നോട്ട് അലൈൻഡ് വിത്ത് അവർ ട്രൂ ഇൻട്രസ്റ്റ് ഓർ ട്രൂ അവർ നേച്ചർ. നമ്മളുടെ ആ നേച്ചറിനോട് നമ്മൾ അലൈൻ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രൂ ടു യുവർ സെൽഫ് ഓർ അവർ സെൽഫ് ഓർ വൺ സെൽഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഫീലിംഗ് ലൈക്ക് ആൻ ഇമ്പോസ്റ്റർ. നമ്മളിങ്ങനെ മറ്റുള്ളവരാൽ നമ്മളിങ്ങനെ ഇത് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോസ്റ്റർ ആയിട്ട് മാറി വരുന്നു. അതുപോലെ തന്നെ ഇഗ്നോറിങ് യുവർ ഇൻറ്റ്യൂഷൻ. മറ്റുള്ളവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർ മ്യൂസിക് കളിക്കുന്നു, നമ്മൾ അതിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന പോലെയാകാം. ഇഗ്നോറിങ് യുവർ ഇൻറ്റ്യൂഷൻ. നമുക്കുണ്ടാകുന്ന ആ ഇൻറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് വളരെയേറെ ആന്തരികമായ മൗനത്തിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻറ്റ്യൂഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും വറീഡ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിനിടയിൽ നമ്മളെ തന്നെ മറക്കുന്നു, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ മറക്കുന്നു. കൺസിസ്റ്റന്റ് സെൽഫ് ഡൗട്ട്, അനദർ വൺ.
നമ്മളെപ്പോഴും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മൊറാലിറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഇത്, അതായത് മൊറാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറയും അത് ചെയ്യുന്നത് ശരിയാണോ, ഇത് സമൂഹത്തിൻ്റെ ആ നോംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിന് അനുസരിച്ചാണോ എന്നുള്ളതിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രവർത്തികളെ കുറിച്ചൊക്കെയുള്ള സെൽഫ് ഡൗട്ട്, കമ്പയറിംഗ് ടു യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എസ്പെഷ്യലി നമുക്ക് കഴിയാത്ത, നമ്മളുടെ എന്ത് കഴിവുണ്ടോ അതിനേക്കാൾ നമ്മൾ വലുതായി കാണുന്നു. ഒരു വീടുള്ളവനും അടുത്തുള്ളവന് 2 വീടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ 2 കാറുണ്ടായിരിക്കാം, 3 കാറുണ്ടായിരിക്കാം. അപ്പൊ എനിക്കൊരു കാറേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ഉണ്ട്, മറ്റുള്ളവന് കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള കമ്പാരിസൺ, അൺനെസസറി അൺഹെൽത്തി ആയിട്ടുള്ളത്, ഡിഫിക്കൽട്ടി സെറ്റിംഗ് ബൗണ്ടറീസ്, നോ പറയാന്, അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിന് നമ്മൾ വിധേയമാകും. നമുക്ക് പേടിയാണ്, അവരുടെ ആ സ്നേഹം നമുക്ക് വിട്ടുപോകുമോ, അല്ലെങ്കിൽ വിട്ടുകളയുമോ, മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമോ എന്നുള്ള പേടി. ദെൻ ഫീലിംഗ് അൺഫുൾഫിൽഡ്, അതായത് നമുക്കൊരു പൂർണ്ണത, ജീവിതത്തിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് മറ്റുള്ളവർ എന്തൊക്കെയോ ചെയ്യുന്നു, അതിനെപ്പറ്റി കമ്പയർ ചെയ്യുന്നു, അതനുസരിച്ച് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുന്നു. പക്ഷെ അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും എൻ്റെ ആ ആന്തരികമായ ഒരു ശൂന്യതയെ പറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫിന് കിട്ടുകയില്ല. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ട്രൂ ടു വൺ സെൽഫ് അല്ല, അല്ലെങ്കിൽ യു ആർ നോട്ട് ട്രൂ ടു യുവർ സെൽഫ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ഈ അഭിനയം വിട്ട് യഥാർത്ഥത്തിലുള്ള ആ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. ഇനി നമ്മൾക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികളാണ്, നമ്മൾ ഏത് തരത്തിലാണ് നമുക്ക് ട്രൂ ടു വൺ സെൽഫ് ആകാൻ നമുക്ക് സാധിക്കാത്തതിന്റെ വെല്ലുവിളികൾ. ഒന്ന്, സോഷ്യൽ എക്സ്പെക്ടേഷൻസ്, സമൂഹം അങ്ങനെ ആണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇന്ന രീതിയിൽ മനുഷ്യർ പെരുമാറണം എന്നുള്ള ആ ഒരു സാമൂഹ്യമായിട്ടുള്ള ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. സൊസൈറ്റി ഓഫൺ ഇമ്പോസസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് നോംസ് ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് വിത്ത് യുവർ ട്രൂ സെൽഫ്. അതുകൊണ്ട് നമുക്ക് തൻ്റെ ഇടത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ഇതുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരാളുടെ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി, അവർ വീണ്ടും വിവാഹിതരാകുന്നതിനെ കുറിച്ചുള്ള ഇത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവൾ എന്തിനാണ് വിവാഹിതയാകുന്നത്, അല്ലെങ്കിൽ അവൻ എന്തിനാണ് വിവാഹിതയാകുന്നത്, അവർക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ അറിയുന്ന എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടത്തി 92-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ ചേട്ടത്തി 33-ാമത്തെ വയസ്സിൽ വിധവയായതാണ്. അതിനുശേഷം വിവാഹമൊന്നും ചെയ്തില്ല. 7 മക്കളുണ്ടായിരുന്നു. അവരെയെല്ലാം വളർത്തി. അങ്ങനെയൊക്കെ ആ ചേട്ടത്തി മരിച്ചുപോയി. ഞാനിപ്പം ഞാൻ ഈ ദിവസം വ്യാഴാഴ്ചയാണ് മരിച്ചത്. അപ്പൊ ഞാൻ ഓർക്കായത് അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീടിനടുത്താണ്. അവരുടെ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെ ഞാൻ ഓർത്തു. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ സമൂഹത്തിന്റെ ഒരുപക്ഷെ ആ പ്രഷർ കൊണ്ടായിരിക്കാം, എക്സ്പെക്ടേഷൻ കൊണ്ടായിരിക്കാം അന്ന് അവർക്ക് വിവാഹം ചെയ്യാൻ കഴിയാതെ പോയത്. എനിവേ, ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ചാലഞ്ചസ്, അടുത്തത് പിയർ പ്രഷർ എന്ന് പറയും. പിയർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടുകെട്ടുകളിൽ നിന്നുണ്ടാകുന്ന പ്രഷർ. അത് നമ്മുടെ കൊളീഗ്സ് ആകാം, നമ്മളുടെ അയൽക്കാരാകാം, മറ്റതുപോലുള്ള ആളുകളിൽ നിന്നും നമുക്കുണ്ടാകുന്ന അത് തീർച്ചയായിട്ടും അതിന്റെ ആ പ്രഷറിൽ നമുക്ക് പലതും നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം മദ്യപിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിയർ പ്രഷർ ഒന്ന് കുടിക്ക് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നമുക്ക് തന്നെ തെറ്റാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന ആ വിഷയങ്ങളിൽ നമ്മൾ വീഴ്ച പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടുകെട്ടുകളുടെ പ്രഷറാണ്. ദെൻ സെൽഫ് ഡൗട്ട്, നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, നമ്മളുടെ ബിലീഫ്സിനെ കുറിച്ച്, വാല്യൂ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ വീണു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള രീതികളിലേക്ക് പോകുന്നു. പിന്നെ അടുത്തത് ഫിയർ ഓഫ് റിജക്ഷൻ. ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഒരാൾ എന്നോട് കുറെ കാശ് ചോദിച്ചു, ഞാനത് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ചോദിച്ചു, ഞാനത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കൊരു കാറുണ്ട്, ആ കാറ് വേറൊരാൾക്ക് വേണം, എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷെ അയാളുടെ സ്നേഹം അല്ലെങ്കിൽ അയാളുടെ റിജക്ഷൻ ഉണ്ടാകുമോ എന്ന് പേടിച്ച് ഞാൻ ഇത് ചെയ്യുന്നു. അത് നമ്മളുടെ ആ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അടുത്ത ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വാലിഡേഷൻ. നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ മറ്റു ഇതുമായിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ നോക്കും. അതായത് ഇത് ശരിയാണോ തെറ്റാണോ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു അപ്രൂവൽ സീക്കിംഗ് മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ആ ട്രൂ ടു യുവർ സെൽഫ് എന്നുള്ളതിന്റെ ആ ഒരു യഥാർത്ഥ ഒതന്റിസിറ്റിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ്. അടുത്തത് ഐഡന്റിറ്റി ക്രൈസിസ്.
ഓരോ ഇതിലുണ്ടാകാം, ഓരോ പ്രായത്തിലുണ്ടാകാം. ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റി, തന്റെ ഐഡന്റിറ്റിയെ പറ്റി സംശയം തോന്നുക, അല്ലെങ്കിൽ ക്രൈസിസ് ഉണ്ടാകും. അങ്ങനെ ആ ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് ഡിപ്രസീവ് ആയി പോകും. ഇങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ആ ഗ്രോത്തിന് സാധിക്കാത്ത ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മളോട് തന്നെ 100% സത്യസന്ധത പുലർത്തി ജീവിക്കാൻ പറ്റിയല്ല. അടുത്തത് ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്. കോൺഫ്ലിക്ട് ഡിസയേഴ്സ്, വാല്യൂസ് ആൻഡ് ബിലീവ്സ്. അതായത് നമുക്ക് എപ്പോഴെങ്കിലും ചിലപ്പം ദിവസേന ഉണ്ടാകാം ഇന്നർ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇത് ചെയ്യണോ, ഇത് ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ അവിടെ മറ്റതുപോലെയുള്ള സാമൂഹ്യമായിട്ടുള്ള ആ നിബന്ധനകൾ, എക്സ്പെക്ടേഷൻസിനുമായിട്ടുള്ള രീതിയിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അടുത്തത് സെൽഫ് ഡൗട്ട് ആണ്. ഡൗട്ടിങ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഡിസിഷൻസ്. ഇത് നമുക്കുള്ള ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്നുള്ളത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസേഴ്സ്, പ്രഷർ ഫ്രം ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സൊസൈറ്റി ഓർ കൾച്ചറൽ നോംസ്. അത് ഇന്ന രീതിയിൽ ചെയ്യണം. ഞാൻ പലപ്പോഴും ഇവിടെ കാണാറുള്ള ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഇന്ത്യക്കാരാണ്, അല്ലെ മലയാളികളാണ്. ഇന്ത്യൻസിനുണ്ട്, മലയാളികൾക്കുണ്ട്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില മതവിഭാഗങ്ങൾക്കുണ്ട് വളരെയേറെ. അതുകൊണ്ട് അവര് എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ ഒരു ടീനേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആണ് അവരുടെ ആ സ്കൂൾ ലൈഫിൽ അവർ പോകുന്നത്. അപ്പൊ അതിനെ എതിർക്കുന്ന മാതാപിതാക്കളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മലയാളികളിൽ തന്നെ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ചില വിഭാഗങ്ങൾ വേറെയുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്നുള്ള ആ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തുകാരുമായിട്ട് നമ്മൾ പോകരുത്. നീ ഒരു ഇന്ത്യക്കാരനെ വിവാഹം ചെയ്യണം, അല്ലെ മലയാളിയെ വേണം. അപ്പോഴത്തേക്കും എന്താണ്, നമ്മളുടെ പ്രഷർ ഫ്രം ഫാമിലി, നിന്റെ വീട്ടുകാർ, നിന്റെ അങ്കിളും ആന്റിക്കും ഒക്കെ നാട്ടിലുള്ളവർക്ക് വിഷമാകും, അല്ലെങ്കിൽ നിന്റെ ഗ്രാൻഡ് പേരൻസിന് വിഷമാകും. ദെൻ ഫ്രണ്ട്സ്, സൊസൈറ്റി, കൾച്ചറൽ നോംസ്, ഇതെല്ലാം വരുന്നുണ്ട്. ദെൻ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തുള്ളതാണ്. ഒത്തിരി കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പ്രഷർ ഈ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ. അവരും അത് കേട്ടും കണ്ടുമാണ് വളർന്നു വരുന്നത്. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം തന്നെയാണെങ്കിൽ എൻ്റെ മകനോ മകൾക്കോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഉണ്ട്. അവരത് ഉള്ള മതങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കൾച്ചറിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ക്രിട്ടിസൈസ്ഡ്. അവനത് നോക്കാത്തത് കൊണ്ടാണ്, അല്ലെ പേരൻസിന്റെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് സോഷ്യൽ കമ്പാരിസൺ. സോഷ്യലായിട്ട് നമ്മൾ സാമൂഹ്യമായിട്ടുള്ള കമ്പാരിസൺ ഉണ്ട്. പേഴ്സണൽ കമ്പാരിസനോട് ഒപ്പം തന്നെ എന്താണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, നമ്മളുടെ ആ ഇത് സാമൂഹ്യമായിട്ട് അതുണ്ടോ. ഇപ്പം ഇവിടെ ഞാൻ ജീവിക്കുന്ന ഈ രാജ്യത്ത് ചില സോഷ്യൽ എന്താണ് നോംസ് ഉണ്ട്. ഓരോരുത്തർ ഇന്ന രീതിയിലേ പെരുമാറാവുള്ളൂ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും സാമൂഹ്യമായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കുന്ന അതേക്കുറിച്ചുള്ള ഭയം. ദെൻ കോൺഫ്ലിക്റ്റ് വിത്ത് അതേഴ്സ്. നമ്മളുടെ ആ ശരിയായിട്ടുള്ള നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഇന്റഗ്രിറ്റി, നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന ആ ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ അതുപോലുള്ള നമ്മളുടെ ആ വ്യക്തിപരമായിട്ടുള്ള ആ ഫ്രിക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അപ്പൊ നമുക്ക് ഭയമാണ് നമുക്കുണ്ടാകുന്നത്. അതിന് നമുക്ക് പ്രശ്നമാണ്. ഓക്കെ, അടുത്തത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് എങ്ങനെ നമുക്ക് എന്താണ് ട്രൂ ടു വൺ സെൽഫ്. ഇത് ആദ്യത്തെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ആഴ്ച ഇതിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധരാകാൻ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് സെൽഫ് അവെയർനെസ് ആണ്. നമുക്കറിയാം നമ്മളിൽ എന്താണ് നടക്കുന്നതെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ അറിയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, സെൽഫ് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ലോകം ഇങ്ങനെ ആ ചിന്തയുടെ ലോകത്ത് ഞാൻ പറയാനുള്ളതാണല്ലോ, വി ഐഡന്റിഫൈ വിത്ത് അവർ തോട്ട്സ് ആൻഡ് ദാറ്റ് വി ബിക്കം അവർ തോട്ട്സ്. അതാണ് നമ്മളുടേത്. അപ്പം സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡെവലപ്പിംഗ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, എന്നിൽ ഇതാണ് നടക്കുന്നത്, ഞാനിപ്പോൾ ഭയപ്പെടുകയാണ്, സാമൂഹ്യമായ ഒന്നിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ എനിക്ക് സുരക്ഷിതത്വക്കുറവുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുത്തപ്പെടും, അല്ലെങ്കിൽ ഞാൻ വിമർശിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാല്യൂസിനെ അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ എൻ്റെ ഇന്റഗ്രിറ്റിയെ ഞാൻ സാക്രിഫൈസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മാറ്റർ, എനിക്ക് അത് വിഷയമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് നമ്മളുടെ ആ ഇന്റഗ്രിറ്റിയെ കീപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് സെൽഫ് റിഫ്ലക്ഷൻ. നമുക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ
മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ജേർണലിംഗ്, മെഡിറ്റേഷൻ ഓർ സിംപ്ലി ക്വയറ്റ് ആൻഡ് കണ്ടംപ്ലേഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് നമ്മളുടെ ആ ഇന്റഗ്രിറ്റി, ഞാനത് ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഞാൻ കള്ളത്തരം കാണിക്കരുത്, അല്ലെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങിക്കരുത്, അത് തിന്മയാണ്, അത് ദോഷമുള്ളതാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് കൂടുതൽ സെൽഫ് റിഫ്ലക്ഷനിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകത. ദെൻ അടുത്തത്, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ഇത് ചെയ്യാം, മൈൻഡ്ഫുൾ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ വൈകാരികമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യാതെ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ അത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നില്ല, അതേക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മുടെ ഇന്റഗ്രിറ്റിയെ ബാധിക്കാത്ത വിധത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ഡിസിഷൻ മേക്കിംഗ് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. നമ്മളെപ്പോഴും ഒരു പെട്ടെന്നൊരു തീരുമാനം നമ്മളുടെ ഏതെങ്കിലും ഒരു അപകടസ്ഥിതിയിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. ഏതാണ് ഇത്, ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മളുടെ എത്തിക്കൽ വാല്യൂസിന്, ഞാൻ മൊറൽ വാല്യൂസിനെ കുറിച്ചല്ല, നിങ്ങൾ മൊറൽ വാല്യൂസ് ഇതിന്റെ ഒരു വ്യത്യാസമുള്ളത്, മൊറാലിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മളിലേക്ക് ഇമ്പോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മോറൽ വാല്യൂസ് എന്ന് ഞാൻ പറയുന്നത്, മൊറാലിറ്റി എന്നുള്ളത്. അതേസമയം എത്തിക്സ് എന്ന് പറയുന്നത് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ്, അത് കോമൺ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്കത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിലുള്ളതാണ്. കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. ഞാൻ ചെയ്യുന്ന തീരുമാനം അത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ അത് നമ്മൾ ഒന്നുകൂടി കൺസൾട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ ലാംഗ്വേജിൽ നമ്മൾ പറയും, മലയാളത്തിൽ പറയാണ്ട് എൻ്റെ മനസാക്ഷി. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല, എങ്കിലും ഞാനൊരു ഇതായിട്ട് പറയാം, മനസാക്ഷിയോട് ചോദിക്കുക എന്ന് പറയുന്നത്. അതായത് ഇൻറ്റ്യൂഷൻ, നമുക്ക് കൂടുതൽ ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, റൈറ്റ് റോങ് എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് വരാൻ വേണ്ടി. അടുത്തത്, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമ്മൾ കൂടുതൽ സെൽഫ് കമ്പാഷൻ ഉള്ളവരായിരിക്കുക. എന്തിനാണ്? കാരണം നമുക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഈ സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ തന്നെത്താനുള്ള ബോധം, കൂടുതൽ കുറ്റബോധം നമ്മളിലേക്ക് വരാതിരിക്കാനും, അത് നമ്മളുടെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് മോർ സെൽഫ് കമ്പാഷൻ. അത് സെൽഫ് കമ്പാഷൻ ആരാണ് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? എസ്പെഷ്യലി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ സെൽഫ് കമ്പാഷൻ. ഒരുപക്ഷെ സെൽഫ് കമ്പാഷൻ, അല്ലെങ്കിൽ ഹീലിംഗ് യുവർ ഇന്നർ ചൈൽഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് സെൽഫ് ലവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഡിക്ഷണറിയിൽ, അല്ലെങ്കിൽ അവരുടെ നിഘണ്ടുവിൽപ്പെട്ട വാക്കുകളല്ല. വാട്ട് ഈസ് സെൽഫ് കമ്പാഷൻ? അവർക്ക് അറിയത്തില്ല ചിലപ്പോൾ. സംതിങ് ഐ ഡോണ്ട് നോ എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കും. പക്ഷെ വി നോ, ആസ് മൈൻഡ്ഫുൾ പ്രാക്ടീഷണേഴ്സ്, വി നോ വാട്ട് ഈസ് സെൽഫ് കമ്പാഷൻ. അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്തത്, സെറ്റ് ബൗണ്ടറീസ്. മൈൻഡ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ബൗണ്ടറീസ് ദാറ്റ് ഓണർ യുവർ നീഡ്സ്. നമ്മളുടെ നീഡ്സ്, നമ്മളുടെ വാല്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ വെൽബീയിങ്ങിനെ അറിയാനും അംഗീകരിക്കാനും വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ നോന്ന് പറയാനുള്ളത് ആണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മളെ റിജക്റ്റ് ചെയ്യുന്നതോ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ, നമ്മളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഇതുണ്ടാകും. കൾട്ടിവേറ്റ് മോർ പ്രസൻസ്. ദാറ്റ് മീൻസ് മൈൻഡ്ഫുൾ പ്രസൻസ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് അനുദിന ജീവിതത്തെ കൂടുതൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നത്. അതാണ് മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ കുക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓരോ ജോലി, മൈൻഡ്ഫുൾ വർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രസൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത്, എംബ്രൈസ് വൾണറബിലിറ്റി. നമ്മളുടെ ആ വൾണറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും എന്താണ് സംഭവിക്കുന്നത്, എന്നെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ ഒതന്റിസിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും പിയർ ഗ്രൂപ്പ്സിന്റെ, ഫ്രണ്ട്സിന്റെ, അല്ലെങ്കിൽ ഫാമിലി, ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസിൽ വഴി നമുക്ക് എന്താണ്, നമ്മൾ ഹർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് എന്താണ്, അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ആ ഒതന്റിസിറ്റിയെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ പഠിക്കണം. അതായത് ഓക്കെ, എനിക്ക് തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ ഒരു തീരുമാനം തെറ്റാണെന്ന് മറ്റുള്ളവർ വിമർശിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇന്നലകളിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത്. ലെറ്റ് ഗോ ഓഫ് കമ്പാരിസൺ. അടുത്തത്, നമ്മളുടെ കമ്പയർ ചെയ്യാനുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയും മെഷർ ചെയ്യുകയും
എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സിനെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്പയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്ക് വേണം, ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ കൈൻഡ് ഓഫ് കമ്പാരിസൺ ലെറ്റ് ഗോ, നമ്മൾ അതിൽ എന്റർടൈൻ ചെയ്യരുത്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അനുദിനം ജീവിതത്തിൽ നമുക്ക് അതൊക്കെ മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമാണ്. കമ്പാഷൻ ഞാൻ പറഞ്ഞു, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രേറ്റ്ഫുൾനെസ്, ഇതൊക്കെ മൈൻഡ്ഫുൾനെസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ജീവിതത്തിൽ എല്ലാത്തിനോടും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, നമ്മളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മൾക്ക് വളർത്താൻ സാധിക്കും. ദെൻ സീക്ക് സപ്പോർട്ട്. പിന്നെ നമ്മൾ ചെയ്യാവുന്നത്, നമുക്ക് കൂടുതൽ കൂട്ടുകാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 1 2 മതി, 100 1000 വേണമെന്നില്ല. ഞാൻ പറഞ്ഞു സറൗണ്ടഡ് വിത്ത് സപ്പോർട്ടീവ്. നമ്മുടെ എന്താണ് നമ്മളുടെ ബലഹീനതകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറ്റങ്ങൾ അതൊക്കെ അംഗീകരിക്കുന്ന ഫ്രണ്ട്സിനെ നമുക്ക് വേണം. അതുപോലെ നമ്മളെ പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിക്കുന്നവർ വേണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അവിടെ ഒരു തെറ്റുപറ്റി, നിസ്സാര കാര്യങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ തെറ്റിപ്പിരിക്കും. എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, ഒരു വാക്കിന്റെ പിശകായിരിക്കും, ഒരുപക്ഷെ ആ പറഞ്ഞ വാക്ക് ഒരുപക്ഷെ ആ ആളത് ഉദ്ദേശിച്ചായിരിക്കുകയല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുകയല്ല. പക്ഷേ അതിന്റെ പേരിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന എത്രയോ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കൂട്ടുകാരില്, അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആളുകളോട് ഇത് ചെയ്യുക. അതുപോലെ തന്നെ അവര് നമ്മളുടെ ആ ഒതന്റിസിറ്റിയെ, അല്ലെങ്കിൽ നമ്മളുടേതായ തെറ്റുകളെ, കുറ്റങ്ങളെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും, അത് എന്താണ് ക്രിട്ടിസൈസ് ചെയ്ത് 4 പേരോട് പറയുന്നവരല്ല, കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുമായിട്ട് നമ്മൾ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. ഇത് ഈ ക്ലാസ്സിന്റെ 1ാം ഭാഗമായിട്ടാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ചോദ്യോത്തരങ്ങൾക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഞാനൊന്ന് ഒരു സെക്കൻഡ് നോക്കട്ടെ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഞാൻ എല്ലാ നിങ്ങൾക്ക് തന്നെ അത് ഇത് ചെയ്യാം കേട്ടോ. അത് ചെയ്ത് നോക്കിക്കേ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ മൈക്രോഫോൺ ഇത് ചെയ്യാൻ പറ്റും, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റർ വത്സമ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഒന്ന് നോക്കിക്കേ, എന്നിട്ട് കുഴപ്പമില്ല അൺമ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. യെസ്, ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം.